ഡോക്ടർ, ഇപ്പൊ വളരെ കോമൺ ആയിട്ടാണ് ആളുകൾ ബാക്ക് പെയിനും ഡിസ്ക് ബൾജ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ബാക്ക് പെയിനും ഡിസ്ക് ബൾജ് പോലെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണോ? ബാക്ക് പെയിൻ എന്ന് പറയുന്നത് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഏറ്റവും ലീഡിംഗ് കോസ് ഓഫ് ഡിസേബിലിറ്റി ആണ്. 84% ആൾക്കാരിൽ ഒരു തവണയെങ്കിലും വളരെ സിവിയർ ആയിട്ടുള്ള ബാക്ക് പെയിൻ വന്നു പോകുന്നുണ്ട്. ഈ ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടായി തിരിക്കാൻ പറ്റും. മെക്കാനിക്കൽ ബാക്ക് പെയിൻ ഉണ്ട്, പെത്തോളജിക്കൽ ബാക്ക് പെയിൻ ഉണ്ട്. മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മസിൽ പെയിൻ ഒക്കെ കൊണ്ടുവരുന്ന, നമ്മൾ കൂടുതൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് നമുക്ക് വരുന്ന ഒരു മസിൽ പെയിൻ കൊണ്ടുള്ള ബാക്ക് പെയിൻ. അതേസമയം പെത്തോളജിക്കൽ എന്ന് പറയുമ്പോൾ അതിനൊരു റീസൺ ഉണ്ടാവും, ഒരു അണ്ടർലൈൻ കോസ് ഉണ്ടാവും. അതൊരു പക്ഷേ ഹെർണിയേറ്റഡ് ഡിസ്ക് ആവാം, അല്ലെങ്കിൽ ആർത്രൈറ്റിസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ട്യൂമർ ആവാം. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള അണ്ടർലൈൻ കോസ് കൊണ്ടാണ് ഈ പെത്തോളജിക്കൽ ആയിട്ടുള്ള ബാക്ക് പെയിൻ വരുന്നത്. ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാ ബാക്ക് പെയിനും ഡിസ്ക് ബൾജ് കൊണ്ടല്ല വരുന്നത്. വളരെ ചെറിയ നിസാരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് വരുന്ന, നമ്മുടെ ചിലപ്പോൾ ലൈഫ് സ്റ്റൈലിലെ പ്രശ്നങ്ങൾ കൊണ്ട് വരുന്ന ബാക്ക് പെയിനും എല്ലാം ഒരേ പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. വർഷങ്ങളോളം പഴക്കമുള്ളതും സർജറി സജസ്റ്റ് ചെയ്തതുമായ ഡിസ്ക് സംബന്ധമായ അസുഖങ്ങൾക്ക് പാർശ്വഫലമില്ലാതെ മുക്തി നേടാം. വിദഗ്ധ ഡോക്ടർമാരുടെയും ഫിസിയോതെറപ്പിസ്റ്റുകളുടെയും സേവനത്തിലൂടെയും അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളിലൂടെയും 5 വർഷമായി 5000-ൽ പരം രോഗികൾക്ക് വേദനകളിൽ നിന്ന് പരിഹാരം നൽകിയ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സർജറി രഹിത സ്പൈൻ ക്ലിനിക്. 15 വർഷത്തോളമായിട്ട് IVDP, ഡിസ്ക് ബൾജിങ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സയാറ്റിക്ക പെയിൻ ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെയുള്ള ട്രീറ്റ്മെൻറ്റുകളായിട്ടുള്ള ഈ ഡീകംപ്രഷൻ തെറാപ്പി, മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ ഒക്കെ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടുന്ന് പോകുന്നത് കംപ്ലീറ്റ്ലി ഹാപ്പി ആയിട്ടാണ്. ഇവർ പറഞ്ഞതുപോലെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ എടുത്തു. അതിനുശേഷം എനിക്ക് നല്ല ചേഞ്ച് തോന്നുന്നുണ്ട്. ഒരു ഡിസ്ക് ബൾജ് ആയിരുന്നു പ്രോബ്ലം. ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചപ്പോൾ സർജറി വേണമെന്ന് പറഞ്ഞ ഒരു കണ്ടീഷനായിരുന്നു. അത്രയും പെയിനായിട്ടാണ് വന്നത്. പക്ഷെ ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഒരുപാട് പെയിൻ റിലീഫ് ആയിട്ടുണ്ട്. ശക്തമായ നടുവേദനയുമായിട്ട് എൽഫൈ സെൻറ്ററിലേക്ക് ഞാൻ ചികിത്സയ്ക്ക് വന്നപ്പം 1 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം എനിക്ക് വലിയ ആശ്വാസമായിട്ടാണ് ഞാൻ ഇവിടുന്ന് കടന്നു പോയത്. കഴിഞ്ഞ 2.5 വർഷമായിട്ട് അനുഭവിക്കാത്ത ഒരു തരം റിലീഫാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം തന്നെ 75% വേദനയും എനിക്ക് വിട്ടുപോയിരുന്നു. എനിക്ക് വളരെ ആശ്വാസം ഈ ക്ലിനിക്കിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. سلطنة عمان كانت زوجتي تعاني من ألم في أسفل الظهر. വെൽഫൈ സ്പൈൻ ക്ലിനിക്, എരളിപ്പാലം, കോഴിക്കോട്.